A problem of scalar potential and work done. Let f of xy equal to e raised to y I plus x into e raised to y j denotes a force field in the xy plane. Verify that the force field F is conservative on the entire xy plane and find the work done by the field on a particle that moves from 1 0 to minus 1 0. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമുക്ക് കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മൾ എഫ് എടുത്ത് എഴുതിയിരിക്കുകയാണ്. എഫ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഐ വൈ ഐ പ്ലസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ ജെ. ആൻഡ് ഇൻ ദിസ് എഫ് the component in the x direction is e raised to y is taken as p, and the component in the y direction is taken as q. That is, p is equal to e raised to y and q is equal to x into e raised to y. Now we find the partial derivatives dou p by dou y and dou q by dou x. Here dou p by dou y is e raised to y because the derivative of an exponential function is the same, and then dou q by dou x is derivative of x, that is 1 into e raised to y, that is e raised to y. Now we get these two partial derivatives are equal, and then we can say that f is a conservative vector field. Now we have to find the work done by the field. The second question. We know the result. The work done is integral a to b f dot dr is equal to phi of b minus phi of a when f is a conservative field. If f is a conservative field, work done is this one. Okay. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഒരു കൺസർവേറ്റീവ് ഫീൽഡ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ വി ക്യാൻ ഫൈൻഡ് ദ വർക്ക് ഡൺ യൂസിങ് ദിസ് ഇക്വേഷൻ. ഇതിനു മുൻപ് വർക്ക് ഡൺ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പാത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു വർക്ക് ഡൺ ഫൈൻഡ് ചെയ്തിരുന്നത്. പക്ഷേ ഈ പാത്ത് തരാത്ത കേസിൽ, അതായത് ടെർമിനൽ പോയിന്റ്സ് തരുന്ന കേസിൽ വർക്ക് ഡൺ ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. വർക്ക് ഡൺ കാണുന്നതിനായിട്ട് പാത്ത് തന്നിട്ടുണ്ടായിരിക്കും സാധാരണ രീതിയിൽ. പക്ഷേ ടെർമിനൽ പോയിന്റ്സ് ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ പാത്ത് യൂസ് ചെയ്യാതെ തന്നെ വർക്ക് ഡൺ ഫൈൻഡ് ചെയ്യാം. ആ വർക്ക് ഡൺ ഫൈൻഡ് ചെയ്യുന്നതിനായിട്ടുള്ള ഫോർമുലയാണ് ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എ, വെയർ ഫൈ ഈസ് ദ സ്കേലാർ പൊട്ടൻഷ്യൽ. അപ്പോൾ ആദ്യം തന്നെ സ്കേലാർ പൊട്ടൻഷ്യൽ കിട്ടിയാലേ ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ സ്കേലാർ പൊട്ടൻഷ്യൽ ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ ഫൈ സ്കേലാർ പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഈ ഒരു ഡെൽ ഫൈ ഈക്വൽ ടു എഫ് എന്നുള്ള ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഓക്കെ, ഡെൽ ഫൈ ഈസ് ഈക്വൽ ടു എഫ് ആയിരിക്കും. ഇനി ഡെൽ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോ ഫൈ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ ഫൈ ബൈ ഡോ വൈ, ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ്. എഫ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എഫ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു വൈ ഐ പ്ലസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ ജെ എന്നാണ്. അത് നമ്മൾ എഴുതി. ഇനി ഇവ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേംസ് ഇക്വേറ്റ് ചെയ്യാം. ദറ്റ് ഈസ് ഡോ ഫൈ ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു വൈ. സിമിലർലി ജെക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേംസ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡോ ഫൈ ബൈ ഡോ വൈ ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ എന്നാണ് കിട്ടുന്നത്. ഇക്വേഷൻ 1, ഇക്വേഷൻ 2 എന്ന് മാർക്ക് ചെയ്യുന്നു. നൗ വി ആർ ഗോയിങ് ടു ഇൻ്റഗ്രേറ്റിംഗ് ദ ഇക്വേഷൻ 1 വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, ഡോ ഫൈ ബൈ ഡോ എക്സ് ആയതുകൊണ്ട്, ഇവിടെ എക്സ് ആയതുകൊണ്ട് ഈ ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അതായത് ഇൻ്റഗ്രൽ ഡോ ഫൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ റേസ് ടു വൈ ഡി എക്സ്. ഇക്വേഷൻ 1നെ രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ്, അതായത് ഡെറിവേറ്റീവിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ദെൻ വി ഗെറ്റ് ദ ഫംഗ്ഷൻ ഫൈ. ആ ഫംഗ്ഷൻ ഇവിടുത്തെ എന്താണോ ഫംഗ്ഷൻ അതാണ് കിട്ടുന്നത്. ഫൈ ഈക്വൽ ടു ഇ റേസ് ടു വൈ കോൺസ്റ്റൻ്റ് ആണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു വൈ കോൺസ്റ്റൻ്റ് ആണ്. സോ ഇ റേസ് ടു വൈനെ മാറ്റി നിർത്തിയിട്ട്
റിമൈനിങ് ഇവിടെ ഒരു 1 ഉണ്ട്, അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ആ 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് എന്ന് കിട്ടും. ദെൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ പ്ലസ് ദ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. The constant of integration can be taken as a function of y because y is a constant. Then the constant of integration is k of y. Now we have to find the value of k of y. അപ്പോൾ സ്കേലാർ പൊട്ടൻഷ്യൽ ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ സ്കേലാർ പൊട്ടൻഷ്യൽ കിട്ടിക്കഴിഞ്ഞു, എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ പ്ലസ് കെ ഓഫ് വൈ. ബട്ട് കെ ഇസ് എ കോൺസ്റ്റൻറ്റ്, കെയുടെ വാല്യൂം കൂടി ഫൈൻഡ് ചെയ്യേണ്ടതുണ്ട്. സോ ഇതിനെ ഇക്വേഷൻ 3 എന്ന് വിളിച്ചിരിക്കുകയാണ്. ആ ഇക്വേഷൻ 3നെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷിയേറ്റ് ഇക്വേഷൻ 3 വിത്ത് റെസ്പെക്ട് ടു വൈ പാർഷ്യലി. വിത്ത് റെസ്പെക്ട് ടു വൈ പാർഷ്യലി വി ഗെറ്റ് ഡോ ഫൈ ബൈ ഡോ വൈ. ഡോ ഫൈനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. വി ഹാവ് ഡോ ഫൈ ബൈ ഡോ വൈ ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വൈയുടെ ടേംസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലേ. വൈയുടെ ഇ റേസ് ടു വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു വൈ തന്നെയാണ് കിട്ടുന്നത്. ഓൾറെഡി അവിടെ ഒരു എക്സ് ഉണ്ടായിരുന്നു, അതിനെ കളയാതെ അതിൻ്റെ കൂടെ തന്നെ എഴുതുക. എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ പ്ലസ് നൗ ഡിഫറൻഷിയേറ്റിംഗ് കെ വി ഗെറ്റ് കെ ഡാഷ്. ഡെറിവേറ്റീവ് ഓഫ് കെ ക്യാൻ ബി ഡിനോട്ടഡ് ബൈ കെ ഡാഷ്. കെ ഡാഷ് ഓഫ് വൈ വി കോൾ ദിസ് ഇക്വേഷൻ 4. നൗ കമ്പയറിംഗ് ദ ഇക്വേഷൻസ് 2 and 4. ഇക്വേഷൻ 2ഉം ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുള്ള ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 4ഉം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡ്സ് സെയിം ആണ്. കണ്ടോ, ലെഫ്റ്റ് സൈഡ്സ് സെയിം ആണ്. സോ റൈറ്റ് സൈഡ്സ് സെയിം ആയിരിക്കും. ദെൻ വി ക്യാൻ റൈറ്റ് എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ പ്ലസ് കെ ഡാഷ് ഓഫ് വൈ. ഇക്വേഷൻ 4ൻ്റെ റൈറ്റ് സൈഡ്, ഇക്വേഷൻ 2ൻ്റെ റൈറ്റ് സൈഡ്, അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി ഇത് സെയിം ടേംസ് അല്ലേ, they will be cancelled and we get k dash of y is equal to 0. Okay, 0. Now again integrating k dash of y or this equation on both sides with respect to y. അതിങ്ങനെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇൻ്റഗ്രൽ k dash of y dy ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 dy. ഇൻ്റഗ്രൽ 0 തന്നെയാണ്. k ഡാഷിൻ്റെ ഇൻ്റഗ്രൽ k ആയിരിക്കും. സോ വി ഗെറ്റ് k of y equal to k of y equal to k of y equal to k. അതല്ലെങ്കിൽ ഇങ്ങനെ ഓർത്തിരുന്നാലും മതി. ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ ഫംഗ്ഷൻ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കണം അല്ലേ. കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആയാലേ അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കുള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉപയോഗിച്ച് ഇത് എഴുതാം. ദെൻ k of y is equal to k. Now substituting the value of ky in equation 3. What is equation 3? Equation 3 എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇതാണ് ഫൈയുടെ വാല്യൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു k of y നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ k of y കിട്ടിക്കഴിഞ്ഞു. ആ k of y ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ we will get the required scalar potential phi. അപ്പോൾ സ്കേലാർ പൊട്ടൻഷ്യൽ ആണ് phi is equal to x e raised to y plus k. Now we can write the work done w as integral f dot dr ആണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ആ ഫംഗ്ഷൻ എടുത്ത് എഴുതിയാൽ മതി കേട്ടോ. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണോ അത് ഇവിടെ എടുത്ത് എഴുതാം. ദെൻ ദിസ് വർക്ക് ഡൺ ഈസ് ഗിവൺ ബൈ phi ഓഫ് ഒരു ടെർമിനൽ പോയിന്റ് 10 ആണ് അല്ലേ. ഒരു ടെർമിനൽ പോയിന്റ് -10 ആണ്. ദെൻ ദിസ് ഇക്വേഷൻ ഈസ് phi ഓഫ് the upper limit -10 minus phi of the lower limit 10. phi നമുക്കറിയാം ഇതാണ്. ആ phi ഇവിടെ എടുത്ത് എഴുതുന്നു. അതിൽ എക്സിന് -1ഉം y കോർഡിനേറ്റ് 0യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതേപോലെ phi ഇവിടെ എടുത്ത് എഴുതി താഴെയായിട്ട് 10 എന്ന് എഴുതുന്നു. എക്സിന് 1ഉം വൈക്ക് 0യും കൊടുക്കുന്നു. ഉണ്ടോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. then we get -2. this is the answer.